സത്യമാണ്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പ്രധാന വിഷയം നമുക്ക് വിദ്യാർത്ഥികളുടെ പ്രതികരണം കിട്ടണമെങ്കിൽ നിങ്ങളെ വാർത്താ ചാനലിലോട്ട് വരണോ? സമൂഹം പറഞ്ഞില്ലേ മരണപ്പെട്ടു പോയതുകൊണ്ട് ഞങ്ങൾ പ്രിയപ്പെട്ടവന് ആ അടിച്ചതും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്. ഞാൻ 19 പേരെ ഇപ്പൊ ഓൾറെഡി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് അവരെല്ലാവരും ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ളവരാ. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര അർഹിക്കുന്ന ശിക്ഷ ലഭിക്കണം എന്നാണ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ ഈ കൂട്ടത്തില് SFIയുടെ മെമ്പർഷിപ്പ് ഉള്ള എനിക്ക് മാത്രമേ. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് അതേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ ഒരു മീഡിയക്കാരും ഇതിൽ പാർട്ടി ഞാൻ MSF അനുഭാവിയാണ്. നാട്ടിലെ MSFന്റെ മെമ്പർഷിപ്പ് ഉള്ള ആളാണ് ഞാൻ. ഇതില് അമ്മമാര് SFI SFI ന്യായീകരിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. എന്റെ നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാം. അവരിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അണിയൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു പോയി. അതും അവന്റെ ബാച്ചിൽ ഇതേപോലെ ഒരു പ്രശ്നം നടന്നപ്പോ അവൻ മുന്നിട്ട് നടത്തിയിട്ടുണ്ട് ആ സമരം. അവൻ ആ മുന്നിൽ ആ സമരം നടത്തിയത് കോടതി കേസായത്. അവൻ മുന്നിൽ നിന്ന് നടത്തിയ സമരത്തിന് ആ പ്രശ്നം തന്നെ അവൻ പിന്നെയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ വിഷമം വരും. അത് ഇവിടത്തുള്ള എല്ലാവർക്കും. ഞാൻ അത് കേട്ടപ്പോ എനിക്ക് നല്ല വിഷമം ഉണ്ടായി. ആ വിഷമത്തിന്റെ പുറത്ത് തള്ളിയതാണ്. പക്ഷെ അത് തല്ലിയത് കുറച്ച് കടന്ന ഒരിക്കലും ന്യായീകരിക്കില്ല. ഒരു തെറ്റ് ചെയ്തതിന്റെ പേരില് അതെന്താണ് നിയമം കയ്യിലെടുക്കാനും അവന്റെ ദേഹത്ത് കൈവെക്കാനും ആർക്കും സ്വാതന്ത്ര്യം നൽകുന്നില്ല. അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അവര് കുറ്റവാളികൾ തന്നെയാണ്, അവർ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നുള്ളൂ. പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമക്കരുതെന്നുള്ള കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും ഇതിൽ രാഷ്ട്രീയം കലർത്തരുത്. പ്ലീസ് ദയവേദി രാഷ്ട്രീയം കലർത്തരുത്. ഞാനൊരു MSF അനുഭാവിയാണ്. എന്റെ നാട് ഞാൻ ഫറൂഖ് കോഴിക്കോടുള്ള ആളാണ്. അവിടെ നാട്ടിൽ അന്വേഷിച്ചറിയാം ഞാൻ MSF മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. ആവശ്യമില്ല. എനിക്കൊരു SFI ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ SFIയിൽ 1, 2, 3 ചില പാർട്ടിയിൽ ചില പദവികൾ അലങ്കരിക്കുന്ന ആൾക്കാർ ഇതിലെ ആക്സിഡന്റിൽ ഉൾപ്പെട്ടു പോയി എന്നത് കൊണ്ടുള്ളത് മാത്രം ഇതിനെ ഭയങ്കരമായിട്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട്. മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള ആക്സിഡന്റ് മരണങ്ങൾ പോലും അതെന്താണ് SFIയുടെ ആൾക്കൂട്ട വിചാരണയുടെ വിധേയമായിട്ടുണ്ടായ മരണങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെ എന്താ പറയാ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട്. രാഷ്ട്രീയ ലാഭം കൊയ്യുന്നുണ്ട്. എല്ലാവരും ഒരു അവസരം വരാൻ കാത്തു നിന്ന പോലെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുള്ളത്.